സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ വ്യക്തതയുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരു വകുപ്പ് ഇങ്ങനെ മയക്കുവെടി ഏറ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നുള്ളതാണ്. വനംവകുപ്പിനെ ആ മയക്കുവെടിയിൽ നിന്ന് ആരുണർത്തും, കൃത്യമായി ആര് കാട് കയറ്റും എന്നതാണ് ഇവിടുത്തെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ തവണയും വന്യമൃഗ ശല്യം ഉണ്ടാകുമ്പോൾ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിയുമ്പോൾ, നമ്മളിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവിടെ എന്തിനാണോ ചികിത്സ വേണ്ടത് അവിടെ കൃത്യമായ ചികിത്സ കിട്ടുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ആ ചികിത്സ കിട്ടേണ്ടത് വനംവകുപ്പിനും വനം മന്ത്രിക്കുമാണ്. അത് പക്ഷേ ഈ മയക്കുവെടി ഏറ്റതുപോലെ പ്രയോഗത്തിൽ ക്ഷമിക്കണം പറഞ്ഞു പോകുന്നതാണ്. കാരണം ഇത്രയും മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും നമ്മൾ കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കും. പണമെന്ന് വെച്ചാൽ ജീവന് പരിഹാരമാകും എന്ന് കരുതുന്ന ഒരു മന്ത്രിയുള്ള ഒരു വകുപ്പിൽ ഇങ്ങനെയുള്ള നിരുത്തരവാദപരമായ സമീപനം തുടരുന്നതിൽ എനിക്ക് ഒട്ടും തന്നെ അത്ഭുതം തോന്നുന്നില്ല. കാരണം ആളുകളെ എങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യാം, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയൊക്കെ അധികാരം കൊടുക്കാം എന്നതിനെക്കുറിച്ച് കാര്യമായി തന്നെ ആലോചിക്കുകയും അങ്ങനെയുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് അവസാനം വരെ നീക്കം നടത്തുകയും ചെയ്ത ആളാണല്ലോ. അദ്ദേഹത്തിന് അതിലൊന്നും ഒട്ടും ഖേദം ഇപ്പോഴും ഉള്ളതായി കരുതുന്നില്ല. സർക്കാർ ഈ പ്രതിഷേധമൊക്കെ വന്നപ്പോൾ പിന്മാറിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായി തന്നെ മുന്നോട്ട് പോയേനെ. അതുപോലും കൃത്യമായി ചിന്തിക്കാനോ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയുക എന്ന് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയും. അതുപോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ വനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ 8ാമത്തെ ജീവനാണ് കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ 2015 മുത്തങ്ങയിൽ ഭാസ്കരനും കുറിച്യാട് ബാബുരാജും 2 പേരുടെ ജീവൻ പോയി. 2017 അതായത് 2015 നമ്മൾ വിട്ടുകഴിഞ്ഞാൽ 1ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 6 പേരുടെ ജീവനാണ്, ഇന്നത്തേത് അടക്കം 6 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2017 തോൽപ്പെട്ടിയിൽ ബസവൻ, 19 കുറിച്യാട് ജഡയൻ, 20 ചെതലത്ത് ശിവകുമാർ, 23 2 പേർ പുതുശ്ശേരി സാലു, വാഗേരി പ്രജീഷ്. ഇതിൽ ഏറ്റവും അവസാനത്തേത് നമുക്കെടുക്കാം. വാഗേരി പ്രജീഷിൻ്റെ ആ സമയത്ത് എന്താണ് പറഞ്ഞത്? ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വലിയ പ്രതിഷേധമായിരുന്നു. ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും, അതായത് കടുവയുടെ ആക്രമണം, വന്യജീവികളുടെ ആക്രമണം അത് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിക്കുമെന്ന്. എന്നിട്ട് ആ മുന്നൊരുക്കം എവിടെ? നമ്മൾ ഇന്ന് ആ പ്രദേശത്തെ മുഴുവൻ ഈ RRT സംഘം പോകുന്ന ഭാഗമൊക്കെ കണ്ടതാണ്. അവിടെ ഈ കാടും കാപ്പിത്തോട്ടവും തമ്മിൽ വേർതിരിക്കുന്നതിനായിട്ടുള്ള ഫെൻസിങ് എവിടെയെങ്കിലും നമ്മൾ കണ്ടോ? ഒരിടത്ത് പോലുമില്ല. ഈ സ്ത്രീ പണിയെടുക്കാൻ പോയത് അവരുടെ ബന്ധുവിൻ്റെ തോട്ടത്തിലാണ്. ആ തോട്ടത്തിൽ കാപ്പിക്കുരു പറിക്കാനായി പോകുന്നു. കൃത്യമായി അവർ എല്ലായ്പ്പോഴും പോകുന്ന സ്ഥലമാണ്. അവിടെ വാഴയും കാപ്പിയും എല്ലാം നിൽക്കുന്ന, നമ്മൾ ഈ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നത് പോലെ, നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കളമശ്ശേരി ഭാഗത്ത് കാണുന്നത് പോലെ തന്നെയുള്ള ഒരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്ത്, വളരെ ശാന്തമായ ഒരു പ്രദേശത്ത് രാവിലെ കാപ്പിക്കുരു പറിക്കാൻ പോയ ഒരു സ്ത്രീയാണ് വലിച്ചെടുത്ത് കൊണ്ടുപോയി കടുവ പകുതി തിന്നിട്ട്, കടുവ അവിടെ കിടക്കുകയായിരുന്നു എന്നാണ് ആദ്യം ചെന്നത്. അതായത് ഈ സ്ത്രീയെ തിന്നതിന് ശേഷം കടുവ എവിടെ ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം ഓടിയെത്തിയ ആളുകൾ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷവും കടുവയെ 3-4 മണിക്കൂറിന് ശേഷം കടുവയെ വീണ്ടും ആ ഭാഗത്ത് ആളുകൾ കാണുകയാണ്. അപ്പോൾ അത് കടുവയുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, നേരത്തെ തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ വനംവകുപ്പിനെ അറിയിക്കുമ്പോഴുള്ള റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്ന് ആ നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാത്ത പക്ഷം അവരുടെ നാട്ടുകാരനായ മന്ത്രി OR കേളു അവിടേക്ക് ഓടിയെത്തുമ്പോൾ അദ്ദേഹത്തിന് നേരെ ഈ രോഷം മുഴുവൻ ചൊരിയേണ്ട ആവശ്യമില്ല. ആ രോഷം OR കേളുവിനുള്ള രോഷമല്ല കേട്ടോ, AK ശശീന്ദ്രനുള്ളത് വന്നയാൾക്കങ്ങ് കൊടുത്തു വിട്ടതാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് വനമന്ത്രി അങ്ങോട്ട് വരാത്തത്. അദ്ദേഹത്തിന് മുട്ടുവിറയ്ക്കും. എങ്ങനെ പോയി നിൽക്കും ഈ മനുഷ്യരുടെ മുന്നിൽ? അവരിലൊരാളെ കടുവ കൊന്നു തിന്ന ഇടത്തേക്ക് എങ്ങനെ പോയി നിൽക്കും വനമന്ത്രി? അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല. എങ്ങനെ നിൽക്കാൻ കഴിയും? അവിടെ പോയി നിന്നിട്ട് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതുപോലെ 11 ലക്ഷം തരാം, 10 ലക്ഷം തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ജീവന് പരിഹാരമാകുമോ? ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുമ്പോൾ പണം കൊടുത്ത് ആ മരണത്തിന് വിലയിടാം എന്നുള്ള ആ ഒരു മൗഢ്യമാണ് ആദ്യം സർക്കാർ തിരുത്തേണ്ടത്. 10-11 ലക്ഷം രൂപയല്ലല്ലോ. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ സമ്മതിക്കുമോ? നമ്മുടെ ജീവൻ അതാണോ നമ്മൾ ഇടുന്ന വില? അങ്ങനെയല്ല. ഒരു മനുഷ്യജീവൻ്റെ വില എന്ന് പറയുന്നത് 10, 20 ലക്ഷമോ 50 ലക്ഷമോ ഒന്നുമല്ല. ആ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനുമുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അവിടെയാണ് ഈ പരാജയങ്ങൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ ഒരു പരിഹാരം കാണാൻ ഇപ്പോൾ കടുവയെ ഇറക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ എന്നൊരു പക്ഷേ തിരിച്ചു ചോദിക്കുമായിരിക്കാം. പക്ഷേ കടുവകൾ എത്രയുണ്ട് എന്നതിന് കൃത്യമായ കണക്ക് 2022 സെൻസസ് അനുസരിച്ചുണ്ടല്ലോ. വയനാടിൻ്റെ കാടിൻ്റെ വിസ്തൃതിക്കുള്ളിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം കടുവകളുണ്ട്. അതിലെന്താണ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ? കടുവയെ അവിടെ നിന്ന് പുനരധിവസിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? അല്ലെങ്കിൽ ടി സിദ്ദിഖിന്ന് ഒരു മാധ്യമത്തോട് സംസാരിക്കുന്നത് കണ്ടു. കടുവക്കുഞ്ഞുങ്ങളുമായി ഇരപിടിക്കുന്നത് പരിശീലിപ്പിക്കുകയാണ് എൻ്റെ പ്രദേശത്തുനിന്ന്. അപ്പോൾ ഈ കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്, ഇരപിടിക്കാൻ പരിശീലിപ്പിക്കുന്നത് അതൊക്കെ നാട്ടിലാണ്. കാട്ടിലേക്ക് പോയല്ല ഇതൊന്നും കാണുന്നത്, ചുറ്റുവട്ടത്ത് കാണുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. നേരത്തെ ഉണ്ണിസാർ പറഞ്ഞ കണക്കിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, 2008 മുതൽ ഈ വന്യജീവി ആക്രമണത്തിൽ 1000-ലധികം പേർ മരിച്ചു എന്ന് പറയുമ്പോൾ വേറെ അപകട മരണങ്ങളൊക്കെ ഇതിൽ കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ കണക്കിനെ സമീകരിക്കാൻ വരുന്ന ആളുകളുണ്ട്. പക്ഷേ വന്യജീവിയുടെ ആക്രമണത്തിൽ അങ്ങോട്ട് കാട്ടിൽ കയറിപ്പോയി ആക്രമണത്തിന് ഇരയായവർ
അതിൽ വളരെ ചുരുങ്ങിയ ശതമാനം മാത്രമാണ്. കൂടുതലും നാട്ടിലേക്ക് ഇറങ്ങി വന്ന് അങ്ങനെ ആ വന്യജീവിയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട ആളുകളാണ് എന്നുള്ള വസ്തുത കൂടി വനംവകുപ്പ് കണക്കിലെടുക്കേണ്ടതുണ്ട്. എൽദോസിന്റെ മരണം അത് ക്രൂരമായ ഒരു നമുക്ക് അതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് പറയാൻ കഴിയില്ല. അത്രത്തോളം ഏറ്റവും കൂടുതൽ ആന്തരികാവയവങ്ങൾക്കും അങ്ങനെയെല്ലാം ഇതിപ്പോൾ പകുതി ഭക്ഷിച്ചിട്ട് പോകുന്നു. മറ്റേത് വളരെ മോശമായ അവസ്ഥയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് തന്നെ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ മൃതദേഹം കിടക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരു എംപതിയോട് കൂടിയിട്ടുള്ള ഒരു സമീപനം എന്തുകൊണ്ട് വനം മന്ത്രിയുടെയും വനം വകുപ്പിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല? മരണം നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ മാത്രമല്ല, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. മറ്റുള്ള ഒരാളുടെ വീട്ടിലും ആ മരണം ഉണ്ടാകുമ്പോൾ അത് എൻ്റെ വീട്ടിൽ നടന്ന മരണം പോലെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളോട് ഇടകലർന്ന് നിൽക്കുന്ന ഒരു സർക്കാർ എന്നുള്ള പിണറായി സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോശമാക്കുന്നത് ഈ വനമന്ത്രിയും വനംവകുപ്പുമാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഭീതിയോടെ കഴിയുന്നത് ഈ വന്യജീവി ആക്രമണങ്ങളിൽ ഭയന്നുകൊണ്ടാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന വലിയൊരു ആയുധമാണ് വന്യജീവി ആക്രമണങ്ങൾ. അത് മലയോര മേഖലയിലാകെ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മലയോര മേഖലയിലാകെ ഈ ഒറ്റ വിഷയം മതി. ഈ ഒറ്റ വിഷയത്തിൽ കൃത്യമായി അവർക്ക് പ്രചാരണം നടത്താൻ കഴിയും. കാരണം ആളുകൾ നോക്കുമ്പോൾ സത്യമാണ്, എൻ്റെ നാട്ടിലുണ്ടായി, അപ്പുറത്തുണ്ടായി. അങ്ങനെ ഉണ്ണി സാർ നേരത്തെ പറഞ്ഞതുപോലെ വനമുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള എല്ലാ മനുഷ്യർക്കുമുണ്ട്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, അത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. ആ ഭയത്തിൽ കഴിയുന്ന മനുഷ്യനെ ആ ഭയത്തിൽ നിന്ന് അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ എൻ്റെ തോട്ടത്തിൽ പോയി എനിക്ക് കാപ്പിക്കുരു വിളവെടുക്കാൻ നിൽക്കുന്നു, അത് പറിക്കാൻ പറ്റുമോ സാറേ എന്ന് OR കേളുവിനോട് അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്. അതായത് വിളവെടുക്കാൻ പാകമായി നിൽക്കുന്ന ആ ഉൽപ്പന്നം, അത് ഏത് വിളയായാലും, ഇപ്പോൾ കാപ്പിയാണെങ്കിൽ കാപ്പി, അത് കൃത്യമായി അത് എടുക്കേണ്ട സമയത്ത് എടുക്കണം. അതിന് ഈ കടുവയുള്ളപ്പോൾ ഞങ്ങൾക്ക് സാധിക്കില്ല. 450 രൂപയാണ് ഒരു ദിവസം പണിക്ക് പോയാൽ കിട്ടുന്ന കൂലിയെന്ന് മറ്റൊരു മനുഷ്യൻ പറയുന്നുണ്ട്. ആ കൂലി സർക്കാർ കൊടുക്കുമോ? ഇല്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കാശ് തരും എന്ന് പറയുന്നു. പക്ഷേ ജീവിക്കുന്ന മനുഷ്യൻ അവിടെ ജീവിക്കാൻ പറ്റണ്ടേ? അവൻ്റെ ജീവനോപാധി അവന് സംരക്ഷിക്കാൻ പറ്റണ്ടേ? അതിനൊന്നും ഒരു രീതിയിലുമുള്ള സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ സ്റ്റേറ്റ് എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യം സ്റ്റേറ്റിന് നേരെ, സർക്കാരിന് നേരെ ഉയരാനുള്ള കാരണം ഉണ്ടാക്കുന്നത് ഇവിടെ വനംവകുപ്പാണ് എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീയെ പകുതി ഭക്ഷിച്ചാണ്, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അവരെ പകുതി ഭക്ഷിച്ച് അവിടെ ഇടുകയാണ്. അത് എത്രത്തോളം ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും അവരുടെ അടുപ്പക്കാർക്ക്. മിന്നുമണിയുടെ ബന്ധുവാണ് എന്ന് മിന്നുമണി എഴുതുന്നു. എത്രമാത്രം ഭീതി അവിടെയുള്ള മനുഷ്യരിലെല്ലാം ഉണ്ടായിട്ടുണ്ടാകും. അവരെല്ലാവരും കൂടി ആ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ഓഫീസിലേക്ക് ഈ രാധയുടെ മൃതദേഹം കൊണ്ടുവരുമ്പോൾ അവിടെ വന്ന് അത്രയും ക്ഷോഭത്തോടെ സംസാരിക്കുന്നതിന് പിന്നിൽ അവരുടെ കാർഷിക വിളകളുടെ വിളവെടുപ്പൊന്നുമല്ല. അവർക്ക് പേടിയുണ്ട്. ഇതേ രീതിയിൽ നാളെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ മറ്റൊരാൾ ഇതേപോലെ വീണ് കിടക്കും, അപ്പോഴും ഇതേ മന്ത്രിയും സംവിധാനങ്ങളും വന്ന് പണം ഓഫർ ചെയ്തിട്ടങ്ങ് പോകും, അല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല, സ്ഥിരം സംവിധാനം ഉണ്ടാകില്ല എന്നവർ തിരിച്ചറിയുകയാണ്. ഇവിടെ OR കേളു മന്ത്രിക്കെതിരെ തിരിഞ്ഞതോടെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി മാറ്റുകയായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ OR കേളുവിനെ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ പോസിറ്റീവായി തോന്നിയത്, അദ്ദേഹം ഇത്രയും ജനരോഷമുണ്ടായി, ജനങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ വനമന്ത്രി കണ്ടുപിടിക്കേണ്ട ചില കാര്യങ്ങൾ OR കേളുവിൽ ഇന്ന് നമ്മളവിടെ കാണുകയുണ്ടായി. അദ്ദേഹം എന്നിട്ടും ഈ രാധയുടെ ആക്രമണത്തിൽ രാധയ്ക്ക് ജീവൻ നഷ്ടമായ പ്രദേശത്തേക്ക് പോകുന്നു. അവിടെ RRT സംഘം കൂട് സ്ഥാപിക്കുന്ന ഇടത്തേക്കും എല്ലാം പോയി അവിടെയെല്ലാം കൃത്യമായി എന്താണ് സംഭവം എന്നൊക്കെ നോക്കാനായിട്ട് അദ്ദേഹം അവിടേക്ക് പോകുന്നുണ്ട്. വേണമെങ്കിൽ ആ ഫോറസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ആ എസ്റ്റേറ്റ് ഓഫീസിൻ്റെ അവിടെ തുടർന്നാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു പോകാം. പക്ഷേ അദ്ദേഹം അതിൽ ആത്മാർത്ഥതയോടുകൂടി ഇടപെടുന്നുണ്ട്. കാരണം അവിടുത്തെ മനുഷ്യരുടെ വേദന അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടുത്തുകാരനായ മന്ത്രിയാണ്. അവിടെ AK ശശീന്ദ്രൻ അവിടുത്തെ അതെ MLA-യും മന്ത്രിയുമാണ്. മാത്രമല്ല ആ വിഭാഗത്തിന്റെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് മരിച്ചത്. 2 കോടി രൂപ ആ മേഖലയ്ക്ക് വേണ്ടി വന്യജീവി സംഘർഷങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് സ്വന്തം. അതെവിടെ ഞാൻ പറയുന്നത്, അതൊക്കെ എവിടെയാണ്, ആരാണ് വിനിയോഗിക്കേണ്ടത്, അതിലേക്കാണ് ഞാൻ വന്നത്. OR കേളു എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം മന്ത്രിയായിട്ട് ചുരുങ്ങിയ മാസങ്ങളെ ആയിട്ടുള്ളൂ നമുക്കറിയാം. പക്ഷേ അദ്ദേഹം അവിടെ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അവിടെയുള്ള മനുഷ്യരുടെ വേദന കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്. പക്ഷേ ഇന്ന് ഈ മാനന്തവാടിയിൽ ഈ ആക്രമണം ഉണ്ടായ പ്രദേശം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു, നമ്മൾ പറയുമല്ലോ ചില സ്ഥലങ്ങളൊക്കെ പ്രോൺ ടു അറ്റാക്സ്, പക്ഷേ ഇത് അങ്ങനെയുള്ള സ്ഥലമല്ല. അവിടെ വന്ന് കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുന്നതല്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന് ആളുകൾ പറയുന്നു. കാരണം ചെറിയ തോട്ടങ്ങൾ, 2 ഏക്കറും 1.5 ഏക്കറും ഒക്കെയുള്ള ചെറിയ തോട്ടങ്ങളിൽ കൃഷി നടത്തി ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. അവരുടെ വീട്ടിൽ നിന്നാണ് ഒരാളെ കടുവ പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കാടിറങ്ങി വരുന്ന, ഞാൻ അവസാനിപ്പിക്കുകയാണ്, കാടിറങ്ങി വരുന്ന ഈ കൊലയാളി എന്ന് തന്നെ പറയണം. നരഭോജി കടുവയാണോ എന്ന് നോക്കട്ടെ എന്നാണ്. കടുവ ഇങ്ങ് വന്നിട്ട് പറയും, ഞാൻ നരഭോജിയാണ്, എന്നെ കൊന്നോളൂ എന്ന്. നരഭോജിയാണോ എന്ന് നോക്കട്ടെ. കേന്ദ്ര
നിയമമാണ് പറയുന്നത്. അല്ല, ഇവിടെ ഇപ്പോൾ അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് അതാണ്, നരഭോജിയാണോ എന്ന് നോക്കട്ടെ എന്ന്. ഈ കടുവ വീണ്ടും അവിടെ ആ പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ കണ്ടു. നാട്ടുകാർ ഒരു തവണ കണ്ടെങ്കിൽ ആ കടുവ എത്ര തവണ ആ ഭാഗത്ത് കൂടി പോയിട്ടുണ്ടാകും എന്നതാണ് ഊഹിക്കേണ്ടത്. അപ്പോൾ ആ ഭാഗത്ത് തന്നെ കടുവയുണ്ട്. മറ്റേ കഴിഞ്ഞ ദിവസം അമരക്കുനിയിലെ കടുവയെ എത്ര ദിവസം എടുത്താണ് പിടികൂടിയതെന്ന് നമ്മൾ കണ്ടതാണ്. ഈ ലാഘവത്തോടു കൂടിയുള്ള സമയമെടുത്തുകൊണ്ടുള്ള ആളുകളുടെ ഭീതി കൂട്ടിക്കൊണ്ടുള്ള സമീപനമല്ല വേണ്ടത്. കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ, നിങ്ങൾ ഫെൻസിങ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ ഈ പ്രഖ്യാപനങ്ങളും നിങ്ങളുടെ ഈ വാക്കുകളും ജനത്തിന് മടുത്തു, അങ്ങനെ ചെയ്യുന്ന ഒരു വകുപ്പിനെ അല്ല ഇവിടെ ആവശ്യം. ഇവിടെ ആക്ഷനാണ് വേണ്ടത്. ഇനി കൂടുതൽ വാചകമടി വേണ്ട. ആക്ഷനിലൂടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആ മനുഷ്യർ ഭയമില്ലാതെ കിടന്ന് ഉറങ്ങട്ടെ എന്നുള്ളതാണ്. അല്ലാതെ വന്യജീവി സ്വയം ഈ ആക്രമണം നിർത്തും എന്നൊന്നും കരുതിയിരിക്കേണ്ട ഒരു കാര്യവുമില്ല. വന്യജീവികൾ പെരുകുകയാണ്. അതനുസരിച്ച് അവ കാടിറങ്ങി വരും. അവർക്ക് ആവശ്യമായ 2.61 ചതുരശ്ര കിലോമീറ്റർ അത്രയൊക്കെ മാത്രമേ ഒരു കടുവയ്ക്ക് ആവാസ വ്യവസ്ഥയെ കിട്ടുന്നുള്ളൂ. അത് പോരാ. കടുവയ്ക്ക് ആവശ്യമായ കടുവയ്ക്ക് ആ ഒരു ആവാസ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി വരും. ആ കാടിനോട് ചേർന്ന് തന്നെയുള്ള കാപ്പിത്തോട്ടമാണ്. അപ്പോൾ ആ പ്രദേശത്തേക്ക് ആ കടുവ വരും എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ഒട്ടും നമുക്ക് ഒരു അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിലല്ല നിലവിലത്തെ സംവിധാനമുള്ളത്. അതുകൊണ്ട് കേരള സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, ഈ വനനിയമ ഭേദഗതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇപ്പോഴും കേന്ദ്രം അതിൽ അനങ്ങിയിട്ടില്ല. ഒരു കാര്യം പോലും ചെയ്തില്ല. ഇവിടെ സംസ്ഥാനത്തിന് ചെയ്യാനുള്ള ആ വേലി ആദ്യം കെട്ടട്ടെ സാറേ. വേലിയല്ലല്ലോ. ഇപ്പൊ വനനിയമ ഭേദഗതി വന്നാൽ, കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി വന്നാൽ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ എങ്ങനെയാണോ കാട്ടുപന്നികളെ വെടിവെക്കുന്നത് അതേപോലെ തന്നെ ഈ അപകടകാരികളായ ജീവികളെ വെടിവെക്കാൻ സാധിക്കും. എന്താ കൊടുക്കാത്തത്? വെടിവെച്ച് കൊല്ലുന്നതിനേക്കാൾ ഞാൻ ചോദിക്കട്ടെ, വെടിവെച്ച് കൊല്ലാൻ അനുമതിയില്ല എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട പ്രാഥമികമായി ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യായമുണ്ട് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഒന്ന്, ഇതിന് പ്രശ്നം എന്താ? കടുവയിൽ എണ്ണം കൂടി അത് മാനിട്രായി തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അപകടകാരിയായി തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവയെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം കൊടുക്കുക എന്നുള്ളത് ലോകമെമ്പാടും നടക്കുന്ന കാര്യമാണ്. അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടുകൂടി ആദ്യം കൂട് സ്ഥാപിക്കുന്നു. അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. കൂട് സ്ഥാപിക്കുന്നു, അതിനുശേഷം അത് ചെയ്യാമല്ലോ. കൂട് സ്ഥാപിച്ചതിന് ശേഷം ചെയ്യാമല്ലോ. ഇതൊക്കെ നടക്കുന്നു എന്നുള്ളത് ഇവിടെ ഡോക്ടർ അരുൺ, ഈ സർക്കാരിന്റെയും വനം വകുപ്പിന്റെ ഒരു കാര്യത്തിൽ താങ്കൾ ന്യായീകരിക്കാൻ വരല്ലേ? സർക്കാരിന്റെ വനനിയമ ഭേദഗതി, വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി അത്യന്താപേക്ഷിതമാണ് എന്ന നിലപാടാണ് എനിക്കുള്ളത്. ആ നിലപാട് കേന്ദ്ര സർക്കാരും ഉണ്ടാക്കണം. 1972 സാഹചര്യമല്ല 2025 താങ്കൾ പറഞ്ഞതുപോലെ കടുവയുടെ എണ്ണം പെരുകുന്നുണ്ടെങ്കിൽ, അത് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവയെ ഒഴിവാക്കാൻ ആവശ്യമായി നിയമ ഭേദഗതി ഉണ്ടാവണം. അതെന്താ സർക്കാരിന് ബുദ്ധിമുട്ട്? അതേ ഉള്ളൂ ചോദ്യം. Meet the editors.